ഈ പറയുന്ന തലസ്ഥാനത്തെ പേര് കേട്ട നേതാവായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള MLA ആകാൻ സാധിക്കാത്തതിന്റെ കൊതിക്കറിവുണ്ടായിരുന്ന സഖാവ് ശിവൻകുട്ടി നേരിട്ടിടപെട്ട് പിടിച്ചു വച്ചതിന് ശേഷം 2019 ഭരണാനുമതി കിട്ടിയ ഒരു പ്രോജക്റ്റിനെ 2022 വരെ വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തിട്ട് വേണം ആ മാമാങ്കം നടത്തേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പറയുന്ന മുടവൻമുകൾ സത്യനഗർ പാലം യാഥാർത്ഥ്യമാക്കിയത് ആരാണ്? മുടവൻമുകൾ സത്യനഗർ പാലത്തിന്റെ ആവശ്യം 60 വർഷം പിന്നിൽ നിൽക്കുന്നതാണ്. ഇവിടെ SDPI-കാരന്റെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ആ ചെരുപ്പ് നക്കി കുടിച്ചിട്ട് ഇവിടെ വിജയിച്ചു വന്നിട്ട് അതിലിങ്ങനെ മേനി പറയുന്നവരെ നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് തന്നെയാണ് അവരെ അളക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെയും SDPI പോലെയുള്ള വർഗീയവാദ സംഘടനകളെയും കൂട്ടുചേർത്ത് നിർത്തിക്കൊണ്ട് ഒരൊറ്റ മുന്നണിയായി മത്സരിച്ച് അതിനോടൊപ്പം ശിഖണ്ഡി വേഷം കെട്ടി ഒരു കോൺഗ്രസുകാരനെ കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തി ആ ശിഖണ്ഡി വേഷം കെട്ടിയ ആളിന്റെ ഔദാര്യത്തിൽ വിജയിച്ചു കയറിയതിനു ശേഷം അദ്ദേഹം പറയാണ് ഞങ്ങൾ ഇവിടെ ഇരട്ടത്താഴിട്ട് പൂട്ടി എന്നൊക്കെയാ പറയുന്നത്. അതിന്റെ മറുപടി ഞാൻ പറയാം ആ ഘട്ടത്തിൽ. ഇനി ഇവിടെ BJP-യും LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ മറ്റൊരു പാർട്ടിക്കും പ്രസക്തിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ആ 55 പേരുടെ സ്ഥാനാർത്ഥിക പട്ടിക വരുമ്പോൾ പോലും ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥിയെ നിയമമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി നിയമത്തെ അപ്രസക്തമാണ് എന്ന കൃത്യമായ ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് ഈ ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ ഷജീറെ, പ്രബലനായ ഒരു സ്ഥാനാർത്ഥി